നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നേപ്പാൾ പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെക്കുറിച്ച് വിവരമില്ലെന്ന വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നോർക്ക. മരണസംഖ്യ 330 1000-ലേറെ പേരെ കാണാതായി. ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ച ഇന്ത്യ. മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഷൗക്കത്ത് അലി ആത്മഹത്യ ചെയ്തത് ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചുവെന്ന് സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച ശേഷം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് രൂപരേഖയായി. ഡോക്ടർമാരെ പുനർവിന്യസിപ്പിക്കും. സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് KGMOയുടെ എതിർപ്പ് തള്ളി. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിന് നീക്കം. റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത് യൂണിറ്റിന് 12.5 രൂപ വരെ. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശിയായ തോട്ടം തൊഴിലാളി. സംഭവം തലക്കുളം എസ്റ്റേറ്റിൽ. കുടുംബത്തിന് വനംവകുപ്പ് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ. ആദ്യ ടെസ്റ്റ് ജയിച്ച പരമ്പര ഇന്ത്യക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 330 ഉയർന്നു. 1000-ലേറെ പേരെ കാണാതായി. 700ഓളം പേർ വിനോദസഞ്ചാരികളാണ്. 140 ഇന്ത്യക്കാർ ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഉണ്ട്. ജിഷ്ണു കൃഷ്ണൻ, നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മരണസംഖ്യ നിലവിൽ 330 കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1000-ലേറെ പേരെയാണ് കാണാതായിട്ടുള്ളത്. 700ഓളം വിനോദസഞ്ചാരികളാണ് ഈ കാണാതായവരിൽ ഉള്ളത്. 140 ഇന്ത്യക്കാർ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് ആശങ്ക ഉയർത്തുന്ന കാര്യം. കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നേപ്പാളിൽ വീണ്ടും മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിഷ്ണു, മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 330 പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇവരിൽ ഈ 140 ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. 33 പേരുമായി കേരളത്തിൽ നിന്നുള്ള 33 പേരുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ഇവരെക്കുറിച്ച് ലഭ്യമായിട്ടുണ്ടോ? വീണ്ടും മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ. അത്തരത്തിലൊരു വലിയ മുന്നറിയിപ്പാണ് നേപ്പാളിന് നൽകിയിട്ടുള്ളത്. കാരണം ഇന്നലെ ഉണ്ടായിട്ടുള്ള മിന്നൽ പ്രളയത്തിന് സമാനമായി മഞ്ഞുമല ഇടിയാനും വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേപ്പാളിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് നേപ്പാളിന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഒപ്പം ഇപ്പോൾ നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ അല്പസമയങ്ങൾക്ക് മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺദീപ് ജയ്സ്വാൾ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യക്കാരെ കാണാതായതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ 288 ഇന്ത്യക്കാരെയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവരമില്ലാത്തത്. അതിൽ 73 പേർ തൃശ്ശൂലി പവർ പ്രൊജക്ടുമായി ജോലി ചെയ്യുന്നവരാണ്. കേരളത്തിൽ നിന്ന് 33 പേർ, കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് 85 പേർ എന്നിവരുമായും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. നേപ്പാളിന് എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ 48 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. വലിയ ദുരന്തമാണ് നേപ്പാളിൽ ഈ മഞ്ഞുമല ഇടിച്ചിലും മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളത്. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. വീടുകളും കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു. ഇപ്പോഴും ദുരന്ത നിവാരണ സൈന്യവും പോലീസും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രാദേശിക കണക്കുകൾ പ്രകാരം 1000-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് നേപ്പാളിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വതി.
ശ്രീ ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഇതുവരെ 330 ആയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1000-ലേറെ പേരെയാണ് കാണാതായിട്ടുള്ളത്. 700-ഓളം പേർ വിനോദസഞ്ചാരികളാണ്. ഇതിൽ 140 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം മഞ്ഞുമല ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. നേപ്പാൾ പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെക്കുറിച്ച് വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇതിൽ തൃശൂലി 1 പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന 73 ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. 85 പേർ തമിഴ്നാട് സ്വദേശികളാണ്. 48 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. നേപ്പാളിൽ 53 മലയാളികൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായി നോർക്ക. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ അറിയിച്ചു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും സിഇഒ വ്യക്തമാക്കി. ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ഓരിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വേണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയിലും ഉദ്യോഗസ്ഥ പീഡനത്തിലും മനം നൊന്ത് മലപ്പുറം കീഴ്ശ്ശേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. കീഴ്ശ്ശേരി സ്വദേശി ഷൗക്കത്ത് അലിയാണ് ജീവനൊടുക്കിയത്. 10 മാസമായി MVD ഉദ്യോഗസ്ഥർ തന്റെ ജീവനമാർഗമായ ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് തടഞ്ഞുവച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്ന വൈകാരികമായ സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. കീഴ്ശ്ശേരി സ്വദേശി ഷൗക്കത്ത് അലിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ ജീവനൊടുക്കിയത്. സ്വന്തം വീട്ടിലാണ് ഷൗക്കത്ത് അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചാണ് ഷൗക്കത്ത് അലി ആത്മഹത്യ ചെയ്തത്. ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി കൊണ്ടോട്ടി MVD ഓഫീസിൽ കയറി ഇറങ്ങുകയായിരുന്നുവെന്നും കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് തടഞ്ഞുവെച്ച് തൻ്റെ ജീവിതമാർഗം തകർത്തതായും ഷൗക്കത്ത് അലി ഫേസ്ബുക്കിൽ കുറിച്ചു. വാഹനത്തിന്റെ ഫിറ്റ്നസ് ലഭിക്കാത്തതിനെ തുടർന്ന് വരുമാനം നിലച്ചുവെന്നും EMI മുടങ്ങിയതിനാൽ സിബിൽ സ്കോർ താഴ്ന്നതായും ഷൗക്കത്ത് അലി ആരോപിച്ചു. മാതാപിതാക്കളോ ഭാര്യയോ കുട്ടികളോ ഇല്ലാത്ത തനിക്ക് നീതി വാങ്ങി നൽകാൻ പൊതുസമൂഹവും സ്റ്റേറ്റും മുന്നോട്ട് വരണമെന്നാണ് ഷൗക്കത്ത് അലിയുടെ അവസാന അഭ്യർത്ഥന. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിക്ക് പ്രധാന കാരണം ഏജന്റ് സംവിധാനമാണെന്നും ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. അഴിമതി തുലയട്ടെ എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഡോക്ടർ BR അംബേദ്കറുടെ വചനങ്ങളോടുകൂടിയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സംഭവത്തിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം. മലപ്പുറത്തെ ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. അതേസമയം ഷൗക്കത്തിന്റെ ആരോപണങ്ങളിൽ MVD അന്വേഷണം നടത്തും. മലപ്പുറം RTO, ഗതാഗത കമ്മീഷണറേറ്റിലെ സീനിയർ വിജിലൻസ് ഓഫീസർ എന്നിവർ അന്വേഷിക്കും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട്. ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിന് അന്തിമ രൂപരേഖയായി KGMOയുടെ എതിർപ്പ് തള്ളിയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എതിർപ്പിനിടെയാണ് ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ പ്രധാന ആശുപത്രികളിൽ 6 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം പുനലൂരിൽ നടപ്പാക്കും. ഇവിടെ 15 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അധിക സേവനം ആവശ്യമായി വരും. കൊല്ലം ജില്ലയിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ 74 ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ആവശ്യാനുസരണം നഴ്സുമാരെയും മറ്റു ജീവനക്കാരെയും
മാറ്റി നിയമിക്കും. കൂടുതൽ ജീവനക്കാർ ആവശ്യമെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സേവനവും ഉപയോഗപ്പെടുത്തും. പുനലൂർ മാതൃക വിലയിരുത്തിയ ശേഷമാകും പദ്ധതി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെ ജൂനിയർ കൺസൾട്ടന്റുമാരായി താൽക്കാലികമായി നിയമിക്കും. പിന്നീട് ഇവരുടെ തസ്തികകൾ പുനർനാമകരണം ചെയ്യാനും പദ്ധതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിലുണ്ടാകുന്ന ഒഴിവുകൾ ജോലിഭാരം കുറഞ്ഞ ആശുപത്രികളിലെ ഡോക്ടർമാരെയും പുതിയതായി നിയമിക്കുന്ന PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെയും ഉപയോഗിച്ച് നികത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനൊരുങ്ങി KSEB. സെപ്റ്റംബർ മുതൽ അടുത്ത വർഷം മെയ് വരെയുള്ള ഹ്രസ്വകാല കരാറിനാണ് നീക്കം. വിവിധ കമ്പനികളുമായി കരാറിലേർപ്പെടാൻ KSEB റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടി. യൂണിറ്റിന് 12.5 രൂപ വരെയാണ് വൈദ്യുതി കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഇത്തവണ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു KSEBക്ക്. ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ KSEBയെ വിമർശിക്കുകയും ചെയ്തു. കൃത്യമായി ആസൂത്രണമില്ലാത്തതിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് വൈദ്യുതി വാങ്ങാൻ KSEBയുടെ നീക്കം. മഴയൊഴിയുന്ന മാസങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് KSEB നേരത്തെ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത്. ടാറ്റ, ജിൻഡാൽ തുടങ്ങി 8 കമ്പനികളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ 2027 മെയ് 15 വരെ 200 മുതൽ 1000 മെഗാവാട്ട് വരെ വൈദ്യുതിയാണ് വിവിധ ഘട്ടങ്ങളിൽ വേണ്ടിവരിക. കഴിഞ്ഞ വർഷം യൂണിറ്റിന് 5ഉം 6ഉം രൂപയ്ക്ക് വൈദ്യുതി നൽകിയ കമ്പനികൾ ഇത്തവണ ടെൻഡറിൽ ഉയർന്ന തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. രാത്രികാലത്തേക്കുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് 7 രൂപ മുതൽ 12.5 രൂപ വരെ നിരക്ക് ഉയർന്നിട്ടുമുണ്ട്. 3 കമ്പനികൾ മാത്രമാണ് 10 രൂപയിൽ താഴെയുള്ള നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KSEBയുടെ അപേക്ഷ സെപ്റ്റംബർ 3-ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കും. നിലവിൽ രാത്രികാലങ്ങളിൽ യൂണിറ്റിന് പരമാവധി 10 രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങാനാണ് KSEBക്ക് അനുമതിയുള്ളത്. ഇക്കാര്യവും റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ വർധനവ്. ഉത്രാടം വരെയുള്ള 8 ദിവസത്തിനിടെ 771.29 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോയും കൺസ്യൂമർ ഫെഡും വഴി വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 76.33 കോടി രൂപയുടെ അധിക മദ്യവിൽപ്പനയാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. പതിവ് തെറ്റിയില്ല. ഓണക്കാലത്ത് ബെബ്കോയുടെ മദ്യവിൽപ്പന ഇത്തവണയും കുതിച്ചുയർന്നു. ഓണക്കാലത്തെ 8 ദിവസം 771.29 കോടി രൂപയുടെ മദ്യമാണ് ബെബ്കോ ഇത്തവണ വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റിരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് 76.33 കോടി രൂപയുടെ അധിക വർധന. ഉത്രാടനാളിൽ 126.31 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ആ കണക്കിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉത്രാട ദിനം സംസ്ഥാനത്ത് വിറ്റുപോയത് 137.64 കോടി രൂപയുടെ മദ്യമായിരുന്നു. കൺസ്യൂമർ ഫെഡിന്റെ 49 മദ്യവിൽപ്പനശാലകളിലൂടെ ഉത്രാടനാളിൽ വിറ്റഴിച്ചത് 20,05,95,800 രൂപയുടെ മദ്യം. 89 ലക്ഷത്തിലേറെ വിൽപ്പനയുണ്ടായ കുന്നംകുളത്തെ ഷോപ്പാണ് കണക്കുകളിൽ ഒന്നാമത്. 74 ലക്ഷം വീതം വിൽപ്പനയുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരും അമ്പലപ്പുഴയുമാണ് വിൽപ്പന കണക്കിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. 15 ഷോപ്പുകളിൽ ഉത്രാടനാളിൽ മാത്രം 50 ലക്ഷത്തിലേറെ രൂപയുടെ വിൽപ്പനയുണ്ടായിട്ടുണ്ട്. ഓണക്കാലത്തെ കൺസ്യൂമർ ഫെഡിന്റെ മാത്രം മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടിയുടെ അടുത്ത് വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. ബോഡിനായ്ക്കൻ സ്വദേശി ഒച്ചപ്പനാണ് മരിച്ചത്. മകളുടെ തോട്ടത്തിൽ രാവിലെ എത്തിയതായിരുന്നു ഒച്ചപ്പൻ. കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ ആന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. കാട്ടാന തോട്ടത്തിലുണ്ടെന്ന വനംവകുപ്പിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഒച്ചപ്പൻ കൃഷിഭൂമിയിലേക്ക് പോയത്. തോട്ടത്തിലേക്ക് ഇറങ്ങിയ ഉടൻ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ശബ്ദം കേട്ട് സമീപത്തെ തോട്ടത്തിലുണ്ടായിരുന്നവർ ഓടി എത്തിയപ്പോഴാണ് ഇയാൾ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കളുടെ അനുമതിയില്ലാതെ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ദേശീയപാത ഉപരോധിച്ചു. പിന്നീട് ഉടുമ്പൻചോല MLA സേനാപതി വേണുവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധം പിൻവലിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് വനംവകുപ്പ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഇടുക്കി മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് ദേവാലയങ്ങൾക്ക് സമീപമാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. വാഴയടക്കമുള്ള കൃഷികൾ നശിപ്പിച്ച കാട്ടാനയെ RRT സംഘം എത്തി വനമേഖലയിലേക്ക് തുരത്തി. വിരിഞ്ഞ കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടാനയാണ് എത്തിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്.
എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം കാക്കൂരിൽ ബസ് മറിഞ്ഞ അപകടം. വിവാഹ സംഘവുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ ഡ്രൈവർ പെട്ടെന്ന് ബസ് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ കാക്കൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം രാവിലെ 10:30യോടെയാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടതുവശത്തുകൂടി പോയ ഇരുചക്ര വാഹന യാത്രികൻ വലതുവശത്തുള്ള പെട്രോൾ പമ്പിലേക്ക് പെട്ടെന്ന് കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പമ്പിന് സമീപം നിന്ന ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും മറ്റ് വാഹനയാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിലും മോനിപ്പള്ളി ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അപകട സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. CPI-CPM ബന്ധത്തിന്റെ രാഷ്ട്രീയം അറിയാത്തവർ പലതും പറയുമെന്നും വാക്കുകളിൽ പുലർത്തേണ്ട മിതത്വം CPIക്ക് അറിയാമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നത്തെ ഇന്ത്യ ലക്ഷ്യബോധമുള്ള ഇടതുപക്ഷ ഐക്യം ആവശ്യപ്പെടുന്നുണ്ട്. CPM-CPI ഐക്യം പ്രധാനപ്പെട്ടതാണെന്ന് CPIക്ക് അറിയാമെന്നും ബിനോയ് വിശ്വം വൈക്കത്ത് പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ CPM നേതാക്കളായ വി ശിവൻകുട്ടി, CN മോഹനൻ എന്നിവരുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. CPI-CPM ബന്ധത്തിൻ്റെ രാഷ്ട്രീയം അറിയാത്തവർ പലതും പറയും. ആ രാഷ്ട്രീയം CPIക്ക് അറിയാം. അതുകൊണ്ട് CPIക്ക് എപ്പോഴും വാക്കുകളിൽ പുലർത്തേണ്ട മിതത്വം അറിയാം. അത് CPIക്ക് എപ്പോഴും ബോധ്യമുണ്ട്. ഇന്നത്തെ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്, കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ലക്ഷ്യബോധമുള്ള, ഹൃദയബന്ധമുള്ള ഇടതുപക്ഷ ഐക്യം, കമ്മ്യൂണിസ്റ്റ് ഐക്യം പ്രധാനമാണ്. CPI-CPM ബന്ധം. ആ രാഷ്ട്രീയം CPIക്ക് അറിയാം. യാത്രക്കാരെ വലച്ചു വീണ്ടും സ്പൈസ് ജെറ്റ്. കൊച്ചി ഫുജേറ വിമാനം 11 മണിക്കൂർ വൈകും. ഇന്ന് രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ട വിമാനം രാത്രി 10 മണിക്ക് പുറപ്പെടുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പുറപ്പെടേണ്ട അഹമ്മദാബാദ് വിമാനവും ഡൽഹി വിമാനവും റദ്ദാക്കിയിരുന്നു. അതേസമയം സർവീസുകൾ വൈകുന്നതിൽ സിയാൽ നൽകിയ നോട്ടീസിന് ഇതുവരെ കമ്പനി മറുപടി നൽകിയിട്ടില്ല. കാൺപൂരിൽ പരിശീലന വിമാനം തകർന്ന പൈലറ്റും പൈലറ്റ് ട്രെയിനിയും മരിച്ചു. കാൺപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാർക്ക് ഏവിയേഷന്റെ ഇരട്ട എഞ്ചിൻ വിമാനമാണ് ഗംഗാ ബാരേജ് പരിസരത്ത് തകർന്നു വീണത്. പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. പൈലറ്റ് ഗുജറാത്ത് സ്വദേശി സച്ചിൻ ഭാട്ടിയ, കർണാടക സ്വദേശി അഭിഷേക് പൂജാരി എന്നിവരാണ് മരിച്ചത്. അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ DGCA അന്വേഷണം ആരംഭിച്ചു. സമാധാന ചർച്ചകളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ജാസിം ബിൻ ജാബർ അൽ താനി ടെഹ്റാനിൽ. മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിന് സമാധാന കരാറിന്റെ കരടിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളും ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ മാറ്റുന്നതിനുള്ള നടപടികളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടെഹ്റാനിൽ തുടരുന്ന 40ാമത് അന്താരാഷ്ട്ര മുസ്ലിം ഐക്യ കോൺഫറൻസിലും ഖത്തർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ഐക്യം പുലർത്തണമെന്നും ഒരു മുസ്ലിം രാജ്യത്തിന്റെ പരിധി മറ്റൊരു മുസ്ലിം രാഷ്ട്രത്തിനെതിരെ ആക്രമിക്കാൻ അവസരമൊരുക്കരുതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യോഗത്തിൽ ആഹ്വാനം ചെയ്തു. എന്നാൽ ഇറാനെതിരായ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക നടപടികൾ ഫലം കാണുന്നുവെന്നും ഇറാനുമായുള്ള സമാധാന കരാറിന് ധൃതിയില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഇടയിലക്കാട്ട് കാവിൽ ഒരുക്കിയ വാനരസദ്യ കാണുവാനായി വൻ തിരക്ക്. ഇടയിലക്കാട്ട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി ആഭിമുഖ്യത്തിൽ 19 വിഭവങ്ങളാണ് കുരങ്ങുകൾക്കായി വിളമ്പിയത്. കുട്ടികൾ വിഭവങ്ങളുമായി എത്തുമ്പോഴേക്കും വാനരപ്പട കാവിറങ്ങി വന്നിരുന്നു. ഓണപ്പാട്ടുകൾ പാടി വിവിധതരം ഫലങ്ങളും പച്ചക്കറികളുമായി വാനരസദ്യ ഒരുക്കുവാനായി കുട്ടികൾ കാവിലേക്ക് എത്തുമ്പോഴേക്കും കൗതുകമാർന്ന വാനരസദ്യ കാണുവാനായി എത്തിയ നൂറുകണക്കിന് ആളുകളെ കൊണ്ട് ഇടയിലക്കാട് കാവ് പരിസരം നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും കുരങ്ങുകൾ ഓരോന്നായി കാവിൽ നിന്നും സദ്യക്കായി വന്നിറങ്ങി. ഉപ്പു ചേർക്കാത്ത ചോറും അതിനൊപ്പം ചക്ക, ക്യാരറ്റ്, പപ്പായ, തക്കാളി, നെല്ലിക്ക, സപ്പോട്ട, പൈനാപ്പിൾ,
മത്തൻ, കോവയ്ക്ക, നക്ഷത്രപ്പുളി, സബർജില്ലി തുടങ്ങിയവ വിളമ്പിയതോടെ വാനരസദ്യ കൗതുക നിമിഷങ്ങൾക്ക് വഴിമാറി. കുരങ്ങുകൾ പഴങ്ങളും പച്ചക്കറികളും ആർത്തിയോടെ കഴിക്കുന്നത് ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലായി. കൂടി നിന്നവർ ഇടയിലക്കാട് കാവിലെ വാനരന്മാർ ഇത്തവണ 19ാമത് ഓണ സദ്യ ഉണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇടയിലക്കാട് കാവിലെ വാനരന്മാർക്ക് ഒരു സവിശേഷതയുണ്ട്. മനുഷ്യരുമായിട്ട് നല്ല ഇണക്കമുള്ള വാനരന്മാരാണ്. ഇവിടുത്തെ നാട്ടുകാർ ഈ വാനരന്മാരെ നല്ല നിലയിൽ പരിപാലിക്കുകയാണ്. ഈ കുരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാനരന്മാർക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ ദിവസവും നാട്ടുകാർ വന്ന് ഈ കുരങ്ങൾക്ക് നൽകുന്നുണ്ട്. മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള ഇടയിലക്കാട്ടുകാവിലെ വാനരന്മാർക്കായി തുടർച്ചയായ 19ാമത് വർഷമാണ് നവോദയ ഗ്രന്ഥാലയം ബാലവേദി ആഭിമുഖ്യത്തിൽ സദ്യ ഒരുക്കുന്നത്. ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ആവേശകരമായ വാനരസദ്യ. അമൃത ന്യൂസ്, കാസർഗോഡ്. പൂക്കളം തട്ടിമറിച്ച സംഭവത്തെ അപലപിച്ച് മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഓണത്തിന് മതമുണ്ടെന്ന് ഒരു കൊച്ചുകുട്ടി പോലും പറയില്ല. അത്തപ്പൂ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. എന്നാൽ അത് തകർക്കുന്നു. അതിനെതിരെ ഒരക്ഷരമിണ്ടാൻ ആരും തയ്യാറല്ല. ഒരു കാലഘട്ടത്തിൽ ജാതിവെറിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭീകരവെറിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ അയ്യങ്കാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോർജ് കുര്യൻ. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി പോലും ഓണം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയാണെന്ന് പറയില്ല. പക്ഷേ ആ ഓണത്തിൻ്റെ പ്രതീകങ്ങളെ തട്ടിമറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്തപ്പൂ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. അത് തകർക്കുന്നു. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും തയ്യാറില്ല. എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? വാർദ്ധക്യത്തിലെ ഏകാന്തത അകറ്റുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച പകൽ വീടുകൾ പലതും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. ഇവയിൽ നിന്ന് വ്യത്യസ്തമായി വയോജനങ്ങളെ ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്ന് സന്തോഷത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് കോഴിക്കോട് കരുവശ്ശേരിയിലെ എം ഭാസ്കരൻ പകൽ വീട്. തമാശ പറഞ്ഞും പാട്ടുപാടിയുമെല്ലാം ജീവിതം ആഘോഷമാക്കുകയാണ് ഇവിടെ ഇവർ. വിശ്രമജീവിതം കളറാക്കാനെത്തിയ ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് കരുവശ്ശേരിയിലെ പകൽ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം. പകൽ സമയങ്ങളിൽ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനും കോഴിക്കോട്ടെ വയോജനങ്ങൾ ഓടിയെത്തുന്ന ഒരിടം. അതാണ് കരുവശ്ശേരിയിലെ എം ഭാസ്കരൻ പകൽ വീട്. കാലം തളർത്താത്ത ആവേശത്തോടെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തിരക്കിലാണിവർ. ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു അംഗമുണ്ട്, നളിനിയാണ് അല്ലേ അമ്മേ? ഇവിടെ വന്നപ്പോൾ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ ഒക്കെ ഒക്കെ ഒന്ന് തന്നെ നമ്മളെ സമൂഹ സന്തോഷം. യോഗയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിട്ടയോടെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ സാമ്പത്തികം മാത്രമല്ല, വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മക്കളും മരുമക്കളും ഒക്കെ ജോലിക്ക് പോയിട്ട് വീട്ടിലാകെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ അവസ്ഥ, അത് തരണം ചെയ്യേണ്ട ഇവർക്ക് മാനസികമായിട്ട് ഇവർക്കൊരു രാവിലെ വരുന്നു, അതുകൊണ്ട് വൈകിട്ട് വന്നു. ആ ഇടയ്ക്കുള്ള സമയം അവർക്ക് മാനസിക ഉല്ലാസം നൽകുക എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ പങ്കും ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ലൊരു പ്രൊജക്റ്റാണ്. വയോജനങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലം കൂട്ടി പിടിച്ചുകൊണ്ട് ഉള്ളൊരു സംവിധാനമാണ്. ആ ഒരു ഇത് ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. രോഗം മാറാൻ മരുന്ന് മാത്രമല്ല, സൗഹൃദവും സ്നേഹവും കൊണ്ടും കഴിയുമെന്നതിന് തെളിവാണ് ഇവിടെ എത്തിയ പലരുമെന്ന് കെയർടേക്കർ പുഷ്പലത പറയുന്നു. നമ്മൾ ആ 1 മണി എന്നുള്ള സമയത്തിന് ഉച്ചഭക്ഷണവും വൈകുന്നേരം ചായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സമയത്തിന് ചൂടുള്ളത് കൊടുക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും ഇത്രയൊന്നും കഴിക്കാറില്ല. വളരെ ശോചനീയാവസ്ഥയിൽ നടക്കാൻ പോലും പറ്റാത്തവരിപ്പം നിവർന്ന് നിന്ന് നല്ല രീതിയിൽ നടന്നിട്ട് നല്ല രീതിയിൽ അവരെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെ പാട്ടും ഡാൻസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇവർ ഓരോ ദിവസവും അടിച്ചു പൊളിക്കുകയാണ്. ക്യാമറമാൻ സജി തറയലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായും ചർച്ചയിലൂടെ പരിഹരിക്കാനും അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും ധാരണ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം.
2005 ഒപ്പുവച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും വേഗത്തിലാക്കും. സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ചകൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യ-ചൈന വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ തീരുമാനമായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി നടന്ന പ്രത്യേക ചർച്ചയിൽ അതിർത്തി വിഷയത്തിൽ ഉൾപ്പെടെ നിർണായക തീരുമാനങ്ങളുണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ-ചൈന അതിർത്തി പ്രശ്നങ്ങൾ പൂർണ്ണമായും ചർച്ചയിലൂടെ പരിഹരിക്കാനും അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും ധാരണയായി. 2005 ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും വേഗത്തിലാക്കും. സൈനിക നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകൾ തുടരാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ-ചൈന വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നും കൂടിക്കാഴ്ചയിൽ വാങ്ങി വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അജിത് ഡോവലിന്റെ നിർണായക ചൈനീസ് സന്ദർശനം. ഉച്ചകോടിക്ക് എത്തുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. താമരശ്ശേരി അമ്പായത്തോടിലെ വിവാദ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ധാരണയായി. കമ്പനി ഉടമകളിൽ നിന്ന് രേഖാമൂലം ഉറപ്പ് ലഭിച്ചതോടെയാണ് തീരുമാനം. മാർച്ച് 31-നകം ഫ്രഷ് കട്ട് പ്രവർത്തനം അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കും. കമ്പനി ഉടമകളും സമരസമിതി നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഫ്രഷ് കട്ട് മാർച്ച് 30-നകം പ്രവർത്തനം അവസാനിപ്പിക്കും. അതുവരെ ദിവസവും 25 ടൺ മാലിന്യം സംസ്കരിക്കും. മാർച്ച് 31-ന് ശേഷം പ്ലാന്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. സമരക്കാർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. കൊടുവള്ളി MLA PK ഫിറോസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ധാരണയുണ്ടായത്. അതേസമയം കരാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നാടകമാണെന്ന വിമർശനവുമായി ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാലാ നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിമത വിഭാഗത്തിൽ നിന്ന് ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. UDF വിമതർക്കിടയിൽ ഇതു സംബന്ധിച്ച തർക്കങ്ങൾ തുടരുകയാണ്. ഇതിനിടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വിതരണം സംബന്ധിച്ച ഭരണസമിതിക്കെതിരെ വിമർശനവുമായി UDFും രംഗത്തെത്തി. ഇക്കഴിഞ്ഞ 19-നാണ് പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടന്നത്. വൈസ് ചെയർപേഴ്സണായിരുന്ന മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒഴിവ് വന്ന വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ വിമതർക്കിടയിൽ ഇനിയും ധാരണയായില്ല. ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. എന്നാൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇവർക്കിടയിൽ തർക്കങ്ങൾ രൂക്ഷമായിരുന്നു. ബിജു മാത്യൂസിന് ആദ്യ ടൈമിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാൻ ഒടുവിൽ ധാരണയായിരുന്നു എന്നാണ് വിമത വിഭാഗം നൽകിയിരുന്ന സൂചന. എന്നാൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിന് ശേഷം ബിജു മാത്യൂസ് DCC നേതൃത്വത്തിനും MP, MLA അടക്കമുള്ളവർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പാലായിൽ UDFന് ഭരണം നഷ്ടമായതിൻ്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റിനാണ് എന്നായിരുന്നു ബിജു മാത്യൂസിൻ്റെ പ്രധാന വിമർശനം. ഇതിനെ തള്ളി ടോണി തൈപ്പറമ്പിൽ രംഗത്തെത്തി. ഇതോടെ ഇരുവർക്കുമിടയിൽ വീണ്ടും തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ആരാകണം അടുത്ത വൈസ് ചെയർപേഴ്സൺ എന്ന കാര്യത്തിൽ വിമതർക്കിടയിൽ ധാരണയുണ്ടാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി വിതരണത്തിൽ കാലതാമസം ആരോപിച്ച് ഭരണസമിതിക്കെതിരെ UDF രംഗത്തെത്തി. എന്നാൽ കഴിഞ്ഞ 7 മാസത്തെ ഭരണപരാജയം മറച്ചുവയ്ക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് വിമത മുന്നണിയിലെ കൗൺസിലർ രജിത പ്രകാശ് തിരിച്ചടിച്ചു. ഇത് UDF പക്ഷത്തെ ചില കൗൺസിലർമാരും രജിത പ്രകാശും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതോടെ രജിത പ്രകാശിന്റെ നീക്കം വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിൽ കണ്ണുവച്ചുള്ളതാണെന്ന വിമർശനവും ഉയർന്നു. അതേസമയം വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിന് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതിനാൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇനിയും സമയമുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രാവലർ കത്തിനശിച്ചു. കുന്നംകുളത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനത്തിനാണ് തീപിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ അടക്കം 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കാഞ്ഞാറിൽ നിന്നും ഇലവീഴ പൂഞ്ചിറ റൂട്ടിൽ പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം ഫോട്ടോ എടുക്കാൻ വാഹനം നിർത്തിയപ്പോഴാണ് വണ്ടിയിൽ നിന്നും പുക ഉയരുന്നത് യാത്രികരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും കാഞ്ഞാർ പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യക്കെതിരായ 2ാം ടെസ്റ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. 1ാം ഇന്നിംഗ്സിൽ 290 റൺസ്
റൺസിന് ഓൾ ഔട്ടായ ശ്രീലങ്ക ഫോളോ ഓൺ നേരിട്ട് വീണ്ടും ബാറ്റിംഗിനിറങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് അടിച്ചെടുത്തു. 200 റൺസിലധികം ലീഡുണ്ടായിരുന്നു ശ്രീലങ്കയ്ക്ക്. ഈ സമയം മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു. സോണൽ ധിനുഷ കെഷാര നുവന്ത സഖ്യത്തിന്റെ ചെറുത്തുനിൽപ്പാണ് മത്സരം സമനിലയിൽ കലാശിക്കാൻ കാരണം. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയിക്കാനായില്ലെങ്കിലും ആദ്യ മത്സരം വിജയിച്ചതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. ഓണാഘോഷങ്ങളോടൊപ്പം മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മാവേലിയുടെ കുടവയറിന് പുതിയൊരു ട്വിസ്റ്റുമായി ആശീർവാദ് ആട്ട. ഏറ്റവും പുതിയ ഡിജിറ്റൽ വീഡിയോ ക്യാമ്പയിനിലൂടെ ഫിറ്റ് മാവേലിയെ അവതരിപ്പിച്ചാണ് ആശീർവാദ് ദൈനംദിന ജീവിതത്തിലെ സമീകൃത ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം രസകരമായി പങ്കുവച്ചത്. പൊതുവെ തടിച്ച പ്രസന്നനായ രാജാവായാണ് മാവേലിയെ ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ പുതിയ ചിത്രത്തിൽ ഫിറ്റായ മാവേലി കുട്ടികൾക്ക് ഭക്ഷണക്രമവും വ്യായാമവും സംബന്ധിച്ച സന്ദേശം നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യകരമായ ശീലങ്ങളും ആഘോഷവേളകളിലെ ഭക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന ആശയമാണ് ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത്. സദ്യയൊക്കെ ഓണത്തിനല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റും കസർത്തും അല്ലേ. സമീകൃത ആഹാരം ശീലമാക്കൂ. പക്ഷേ ഓണത്തിന് സദ്യ പൊളിക്കൂ. എല്ലാവർക്കും ആശീർവാദിന്റെ ഓണാശംസകൾ.